ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് അതായത് റമളാൻ 27-ാം രാവിൽ പാലക്കാട് ജില്ലയിലെ മങ്കര ചൗറ്റിലത്തോടിലെ പള്ളിയിലാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന രാവാണ്, അതായത് നോമ്പ് 26-ന്. ഇന്ന് ഓരാമ്പള്ളംകാരുടെ ജനകീയ കൂട്ടായ്മയുടെ നോമ്പുതുറയാണ്. ഇത് എല്ലാ വർഷവും നടത്തിവരുന്ന ഇഫ്താർ സംഗമമാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഈശ്വരനിൽ അർപ്പിച്ച് കൃത്യമായിട്ടുള്ള ആ സിസ്റ്റത്തിലൂടെ പോയതിനു ശേഷം ദാനധർമ്മങ്ങളും അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് ഈ പുണ്യനാളുകളിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ഈ ലോക ജനതയ്ക്ക് തന്നെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒട്ടനവധി ആളുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇതുപോലുള്ള ഓരോ നല്ല പ്രവർത്തനങ്ങൾക്കും പടച്ചവൻ അതിൻ്റെതായ പ്രതിഫലം നൽകാനും കൂടുതൽ കരുത്താർജിച്ച് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് എന്നും കൂടുതൽ പറയുന്നില്ല. ബാങ്ക് കൊടുക്കാനായി ഇന്ന് 27-ാം രാവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ മാസത്തിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ഒരു ദിവസം എന്ന് കരുതപ്പെടുന്ന ലൈലത്തുൽ ഖദർ ഇന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഈ രാവിൽ ഇന്നലെ ഒരു 200 മീറ്ററിന് തൊട്ടടുത്തുള്ള ഇന്നലെ CFC ക്ലബ്ബ് നടത്തിയെങ്കിൽ ഇന്ന് തൊട്ടുപുറത്തുള്ള 200 മീറ്ററിന് തൊട്ടുപുറത്തുള്ള ഓരാമ്പള്ളം പ്രദേശത്തിൻ്റെ ആ ഒരു യുവാക്കളുടെ കൂട്ടായ്മയുടെ ഇത്തരത്തിലുള്ള ഒരു സമൂഹ മതമൈത്രിയെ വിളിച്ചോതിക്കൊണ്ടുള്ള ഈ നോമ്പുതുറ എന്തുകൊണ്ടും വാക്കുകൾ കൊണ്ട് പ്രശംസിച്ചാൽ മതിയാകില്ല. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മതേതരത്തിന് അതീതമായിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും വരുന്ന വർഷങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ, വരുന്ന കാലങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ഇവിടെയുള്ള കമ്മിറ്റി ഇന്നത്തെ രാത്രി 27-ാം രാവ് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും മനസ്സറിഞ്ഞ് വ്രതമെടുത്ത് എന്ത് ആഗ്രഹിച്ചാലും നടക്കുന്ന ഒരു ദിനം. ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ അധ്യക്ഷൻ, അതുപോലെ ജനപ്രതിനിധികൾ, അതുപോലെ ഇവിടുത്തെ നമ്മുടെ ഉപാസകർ ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ, ലീഗിൻ്റെ നേതാവും മാറുമായ പ്രസാദി, കർഷകത്തിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ വേദിയാണ് ഈ വേദി. ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി യൂസഫ് കുറിച്ചൊരു പത്രം എന്തായാലും നിർബന്ധമായിട്ടും വരും. ഇന്ന് ഓരാമ്പള്ളം യുവജന സംഘം സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ പരിപാടി, ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്തായ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയാം. 27-ാം രാവാണ്. എന്തായാലും ഈ കൂടിച്ചേരൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒന്നാക്കി മാറ്റട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അങ്ങോട്ട് സമയം അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഈ സംസ്കാര കൂട്ടായ്മ നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് യഥാർത്ഥ കേരള സ്റ്റോറിയാണിത്. അറിയാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവ
മയത്തിനെ വിളിച്ചോതുന്ന ഈ നോമ്പ് തുറ പോരാമ്പള്ളം ഭാഗം നടത്തുന്ന ഈ നോമ്പ് ഈ നമ്മുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. ഷിയാബ് പറഞ്ഞ പോലെ ഇതാണ് ശരിക്കും കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നത്. കാരണം ചിത്രീകരിക്കണം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട് അതിലേക്കൊന്നും വീഴില്ല എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഈ കാണുന്നതൊക്കെ. നമ്മളവിടെ നേർച്ച നടത്തുന്നു, അപ്പുറത്ത് അയ്യപ്പൻ മുടക്ക് നടത്തുന്നു, ഇതിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നു. ഇതൊക്കെ ഇന്ന് മുതലല്ല, പണ്ട് മുതലേ ചെയ്തു വരുന്ന നമ്മുടെ കാരണന്മാർ മുതലേ ചെയ്തു വന്നിരുന്ന ചെറിയ കാര്യങ്ങളാണ്. അതിലൊന്നും നമുക്ക് വലിയ മാറ്റം വരില്ല. ഏറ്റവും ഒരു പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ചന്ദനപ്പുറം ഭാഗത്ത് നല്ല കുട്ടികൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല ചെറുപ്പക്കാരൊക്കെ വളരെ നല്ല ഈ പുണ്യദിനത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഓരോ നോമ്പ് തുറയും ഒരു സമൂഹത്തിന് നന്മയായി മാറട്ടെ എന്ന് മാത്രമാണ് ഈ വേളയിൽ പറയുന്നത്. അള്ളാഹു അർഹമായ പ്രതിഫലം ഇരു കൂട്ടർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ 27-ാം രാവാണ്. ഈ പരിശുദ്ധമായ 27-ാം രാവിലെ ഈ പുണ്യപ്രവൃത്തി ചെയ്തവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു നോമ്പ് തുറപ്പിച്ചവനക്ക്, ഒരു നോമ്പെടുത്തവന് എന്ത് കൂലിയാണോ റബ്ബ് നൽകുന്നത് ആ കൂലി നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അർഹമായ പ്രതിഫലം ഇന്നലെയും ഇന്നുമായി ദിവസങ്ങൾ 27 ദിവസം സുഭിക്ഷമായ രീതിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ഒരുക്കുക നമ്മുടെ ഈ നാട്ടുകാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാളെ അള്ളാഹു അവന്റെ ഭവനത്തിൽ ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. മതസൗഹാർദ്ദത്തോടുകൂടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ അള്ളാഹു ഒരു വിഭാഗത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഹയ്യ അലാ സ്വലാത്ത്, ഹയ്യ അലാ സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.